ഹായ്, സിജാസ് ലാൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് സിജമോൾ. ഞാൻ ക്യാപ് കോഴ്സ് കഴിഞ്ഞ് APC കിട്ടി ഇപ്പോൾ ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ക്യാപ് കോഴ്സ് എക്സ്പീരിയൻസിനെ കുറിച്ചാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ കൊഹോട്ട് ബാച്ച് ആയിരുന്നു. കൊഹോട്ട് ബാച്ച് എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും അല്പം പേടിയാണ്. പ്രത്യേകിച്ചും അതിൽ ഓസ്കി ഉണ്ടെന്ന് അറിയുമ്പോൾ. പക്ഷെ പേടിക്കാൻ ഒന്നും തന്നെ ഇല്ല. നിങ്ങൾ NMC ക്രൈറ്റീരിയ ആയിട്ടുള്ള ഓസ്കി നന്നായി പഠിച്ചിട്ട് പോയെന്നാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കൊഹോട്ട് ബാച്ചിനെ നേരിടാൻ പറ്റും. കൊഹോട്ട് എന്ന് പറയുന്നത് 2 weeks പ്രോഗ്രാം ആണ്. അതിനകത്ത് ഓരോരുത്തർക്കും കിട്ടുന്നത് ഓരോ കോളേജിന്റെ സിനാരിയോ വൈസ് ആയിരിക്കും കിട്ടുന്നത്. എൻ്റെ കോളേജിൽ എന്ന് പറയുന്നത് ഒരു കൾച്ചറൽ എസ്സേ, ഒരു റിഫ്ലക്ഷൻ എസ്സേ, പിന്നെ മെഡിക്കേഷൻ കാൽക്കുലേഷൻ ടെസ്റ്റ്, ഇതൊക്കെ എഴുതി വെക്കാനുണ്ടായിരുന്നു. ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് ലാപ്ടോപ്പിലാണ്. ലാപ്ടോപ്പിന്റെ ബേസിക് നോളജ് നമുക്ക് ഉണ്ടായിരിക്കണം, എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത്. അതായത് എങ്ങനെ എഡിറ്റ് ചെയ്യാം, അതായത് PDF നിന്ന് എങ്ങനെ വേർഡിലോട്ട് മാറ്റാം, വേർഡിൽ നിന്ന് എങ്ങനെ PDF മാറ്റാം, അങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ നമുക്ക് ഈ എസ്സേ ഒക്കെ കറക്റ്റ് ടൈം പീരീഡിനുള്ളിൽ തന്നെ വെക്കുവാൻ കഴിയും. അടുത്തതായിട്ട് ഓസ്കി നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. ഇതിൽ 2 തരത്തിലുള്ള ഓസ്കിയാണുള്ളത്. ഒന്ന് വിർച്വൽ ഓസ്കി, 2 ഫേസ് ടു ഫേസ് ഓസ്കി. ഞങ്ങളുടെ കോളേജിൽ ഫേസ് ടു ഫേസ് ഓസ്കി ആയിരുന്നു. ഇതിനകത്തൊരു മാനിക്യൂർ ഉണ്ടായിരിക്കും. ആ മാനിക്യൂറിലാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കാണിക്കേണ്ടത്. അപ്പോൾ എക്സാമിനറിന്റെ വോയിസ് മാത്രമേ നമ്മൾ കേൾക്കുകയുള്ളൂ. അപ്പോൾ എക്സാമിനർ മദർ ആവാം, ഫാദർ ആവാം, സൺ ആവാം, പേഷ്യന്റ് റിലേറ്റീവ്സ് ആവാം, ആരുമായിരിക്കാം. അപ്പോൾ നമ്മൾ 30 മിനിറ്റ് സമയം കൊണ്ട് നമ്മൾ ഈ ഫുൾ സിനാരിയോ ആക്ട് ചെയ്ത് കാണിക്കണം. അതാണ് മെയിൻ ആയിട്ട് ഓസ്കി കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷെ NMC ക്രൈറ്റീരിയയിലാണെങ്കിൽ ഓരോ സ്റ്റേഷനിലായിരിക്കും നമ്മൾ ആക്ട് ചെയ്ത് കാണിക്കേണ്ടത്. ഇത് ഒറ്റ സ്ട്രെച്ചിൽ 30 മിനിറ്റിനുള്ളിൽ നമ്മൾ ആക്ട് ചെയ്ത് കാണിക്കണം. അതാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഓസ്കി. ഓസ്കി സിനാരിയോ തരും. ഓസ്കി സിനാരിയോ നമുക്ക് ഒരു 2 to 3 മിനിറ്റ് പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടും. അതിനുശേഷം നമ്മൾ റൂമിലേക്ക് കിടക്കുകയാണ്. അവിടെ മാനിക്യൂർ കാണും. പിന്നെ ചിലപ്പോൾ ചില പേഷ്യന്റിന് IV സ്റ്റാൻഡ് ഉണ്ടായിരിക്കാം, ഓക്സിജൻ ഉണ്ടായിരിക്കാം. അപ്പം നമ്മൾ ഒബ്സർവേഷൻ സ്കിൽസ് ആണ് ആദ്യം അവർ നോക്കുന്നത്. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്തു എന്നുള്ളതാണ്. രണ്ടാമത് അവർ നോക്കുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. അതായത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എക്സാമിനർ പേഷ്യന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആയിരിക്കാം. അപ്പൊ റിലേറ്റീവ്സിനോടാണെങ്കിൽ നമ്മൾ കൂടുതൽ സംസാരിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അവർ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് അസസ് ചെയ്യുന്നത്. പിന്നെ മൂന്നാമതായിട്ട് പറയുന്നത് നമ്മുടെ അസസ്മെന്റ് സ്കില്ലാണ്. അതായത് ഏത് കണ്ടീഷനാണ് നമുക്ക് തരുന്നത് അതിനെ സിസ്റ്റം വൈസ് അസസ്മെന്റും അതുപോലെ തന്നെ ABCD മെത്തേഡ് വഴിയുള്ള അസസ്മെന്റ് നമ്മൾ ചെയ്ത് കാണിക്കേണ്ടതുണ്ട്. അപ്പൊ അസസ്മെന്റ് സ്കില്ല് നമ്മൾ നോക്കും. അതുപോലെ തന്നെയാണ് റീ അസസ്മെന്റും. പിന്നെ ലിസണിങ് സ്കില്ല് നോക്കുന്നത് നമ്മൾ കിട്ടുന്ന അസസ്മെന്റ് നമ്മൾ ഡോക്ടറിനോട് ഫോൺ വഴി അറിയിക്കുമ്പോഴാണ് നമ്മളുടെ ലിസണിങ് കപ്പാസിറ്റി എന്തോരം ഉണ്ടെന്ന് അവർ അസസ് ചെയ്യുന്നത്. ലാസ്റ്റ് ആയിട്ട് നമ്മൾ ആ സിനാരിയോ ത്രൂ ഔട്ട് എങ്ങനെ കൊണ്ടുപോകുന്നു എന്നുള്ളത് ക്രിട്ടിക്കൽ തിങ്കിങ് മുഖാന്തരമാണ് അവർ അസസ് ചെയ്യുന്നത്. അപ്പൊ ഈ സ്കില്ലുകളെല്ലാം നമ്മൾ വെൽ പ്രിപ്പയർഡ് ആയിട്ട് പോയിരുന്നാൽ ഓസ്കി നമുക്ക് ഈസി ആയി ക്യാച്ച് ചെയ്യും. കൊഹോട്ട് ബാച്ചിൽ ക്ലിനിക്കൽ പ്ലേസ്മെന്റും ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് കിട്ടിയത് ഒരു ഏജ്ഡ് കെയർ സെന്റർ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് മാക്സിമം പ്രസിഡന്റുമായിട്ട് സംസാരിക്കാനുള്ള അവസരം കിട്ടി. അത് ഞങ്ങളുടെ ഓസ്കിയെ വളരെയധികം ഹെൽപ്പ് ചെയ്തു കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇംപ്രൂവ് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ അവസരം മാക്സിമം പ്രയോജനപ്പെടുത്തണം. മാക്സിമം അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. അവരുടെ ആക്സെന്റ് മനസ്സിലാക്കിയെടുക്കണം. ഇത്രയുമാണ് എൻ്റെ ക്യാപ് എക്സ്പീരിയൻസ്. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ മെഡിക്കേഷൻ കാൽക്കുലേഷൻ ടെസ്റ്റിനെ കുറിച്ച് ഉൾപ്പെടുത്താം. അത് പുതുതായിട്ട് എനിക്ക് ക്യാപ് ചെയ്യാൻ വരുന്നവർക്ക് വളരെ ഉപകാരപ്രദമായേക്കും. ഇപ്പോഴത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. താങ്ക് യു.